أعوذ بالله من الشيطان الرجيم وبالحق أنزلناه وبالحق نزل وما أرسلناك إلا مبشرا ونذيرا وقرآنا فرقناه لتقرأه على الناس على مكث ونزلناه تنزيلا قل آمنوا به أو لا تؤمنوا إن الذين أوتوا العلم من قبله إذا يتلى عليهم يخرون للأذقان سجدا ويقولون سبحان ربنا إن كان وعد ربنا لمفعولا ويخرون للأذقان يبكون ويزيدهم خشوعا. സൂറത്തുൽ ഇസ്ര 105 മുതൽ 109 വരെയുള്ള ആയത്തുകളാണ്. ഈ ഖുർആനെ നാം യാഥാർത്ഥ്യത്തോടെ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. സത്യവും നീതിയും അനുസരിച്ചാണ് ഇറക്കിയിട്ടുള്ളത്. താങ്കളെ നാം ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരുമായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. നാം ഈ ഖുർആനെ വിവിധ ഖണ്ഡങ്ങളായി ഇറക്കിയത് നീ ജനങ്ങൾക്കത് സാവകാശം ഓതിക്കൊടുക്കുവാൻ വേണ്ടിയാണ്. നാം അതിനെ പല സന്ദർഭങ്ങളിലായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ജനങ്ങളോട് പറയുക, നിങ്ങൾ ഇതിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തുകൊള്ളൂ. ഇതിനു മുമ്പ് വേദം നൽകപ്പെട്ടവർക്ക് ഇത് ഓതിക്കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവർ മുഖമമർത്തി സുജൂദിൽ സാഷ്ടാംഗം വീഴുന്നതാണ്. അവരിപ്രകാരം പറയും, ഞങ്ങളുടെ റബ്ബ് എത്രയോ പരിശുദ്ധൻ, അവൻ്റെ വാഗ്ദാനങ്ങളൊക്കെ തികച്ചും സാക്ഷാത്കൃതമാണ്. അവർ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീണുകൊണ്ട് അഥവാ തറയിൽ മുഖമമർത്തിക്കൊണ്ട് ഈ ഖുർആൻ അവരിൽ വളരെയധികം ഭയഭക്തി വർദ്ധിപ്പിക്കുന്നതുമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ സവിശേഷതകളും അത് ആത്മാർത്ഥമായി പാരായണം ചെയ്യുന്നവരിൽ അതുണ്ടാക്കുന്ന സ്വാധീനവും എത്രത്തോളമായിരിക്കുമെന്ന് ഈ ആയത്തുകളിലൂടെ സൂചിപ്പിക്കുകയാണ്. ഈ വിശുദ്ധ ഖുർആൻ ഹക്കിലൂടെയാണ് അവതീർണമായത്. ഹക്ക് അതായത് സത്യം, യാഥാർത്ഥ്യം, നീതി, ധർമ്മം, ബാധ്യത തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നൊരു വാക്കാണ്. ഈ ഖുർആനിൽ സത്യസന്ദേശങ്ങളാണ്. ധർമ്മവും നീതിയും മനുഷ്യരുടെ അവകാശ ബാധ്യതകളും കടപ്പാടുകളുമൊക്കെയാണ് വിശദീകരിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്നത്. ഇതിൽ അസത്യത്തിൻ്റെയോ അനീതിയുടെയോ അധാർമികതയുടെയോ ഒരു കണിക പോലും കാണപ്പെടുകയില്ല. എന്നിട്ടും ജനങ്ങൾ ഇതിനെ മുഖവിലക്കെടുക്കുന്നില്ല. അവരത് തുറന്നു നോക്കാൻ പോലും മടിക്കുകയാണ്. ഇതിലുള്ള ഓരോ സൂക്തവും ഓരോ ആയത്തും ജനങ്ങൾ നന്നായി പഠിക്കുവാനും സ്വായത്തമാക്കുവാനും വേണ്ടി വ്യത്യസ്ത ഖണ്ഡങ്ങളിലായി വ്യത്യസ്ത സന്ദർഭങ്ങളിലായി അവതരിച്ചതാണ്. വലഖദ് യസ്സർന അൽ ഖുർആൻ ലിദ്ദിക്ർ, ഈ ഖുർആൻ പഠിക്കുവാനും എന്നെന്നും ഓർമ്മിക്കുവാനും വേണ്ടി നാം വളരെ എളുപ്പകരമായ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഖുർആൻ ഒറ്റയടിക്ക് ഒരു ഗ്രന്ഥം ആയിട്ട് ഇറക്കാതെ 23 വർഷക്കാലയളവിൽ ഇടവിട്ടാണ് അവതീർണമായത്. തന്മൂലം ജനങ്ങൾക്കത് നന്നായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാനും കഴിയുന്നു. ഖുർആൻ നിഷേധികളോട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ഇതിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ശരി, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ദൈവവിശ്വാസികളും ഭക്തന്മാരുമായ പണ്ഡിതന്മാർ, ജ്ഞാനികൾ ഈ ഖുർആൻ കേൾക്കുമ്പോൾ അതിൻ്റെ സത്യവും യാഥാർത്ഥ്യവും ഗൗരവവും ഒക്കെ മനസ്സിലാക്കി കണ്ണുനീർ വാർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ സുജൂദ് ചെയ്യുന്നത് കാണാം.
സൂറത്തുൽ മാഇദ 83 ആയത്തിൽ പ്രകാരം പറയുന്നുണ്ട്, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അഅ്യുനഹും തഫീദു മിനദ്ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. പ്രവാചകനിലേക്ക് ഇറക്കപ്പെട്ട ഈ ഖുർആൻ അവർ കേൾക്കുമ്പോൾ സത്യം തിരിച്ചറിയുന്നതിനാൽ അവരുടെ മിഴികൾ സജലങ്ങളാകുന്നത് നിനക്ക് കാണാം. അവരിപ്രകാരം പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഇതൊക്കെ സത്യമാണെന്ന് സാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും രേഖപ്പെടുത്തണമേ. നമുക്കറിയാമല്ലോ, പാശ്ചാത്യ ലോകത്ത് ഖുർആൻ വായിച്ച് മനസ്സിലാക്കി നിത്യേന എന്നോണം ഇസ്ലാം സ്വീകരിക്കുന്നവർ അവരുടെ ആ ഇസ്ലാം സ്വീകരണ വേളയിൽ അവർ കരഞ്ഞുകൊണ്ടാണ് ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നത്. യൂട്യൂബിലൊക്കെ നമുക്ക് ധാരാളമായി കാണാവുന്നതാണ്. പക്ഷേ അർത്ഥം അറിയാതെ ഒരു ജന്മം മുഴുവനും ഖുർആൻ ഓതിയാലും ഒരിറ്റു കണ്ണുനീർ പോലും പൊഴിക്കാൻ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കഴിയുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.